അപ്പൊ ഞാൻ ഉണ്ടാക്കിയ പുട്ടാണ് കേട്ടോ ഇത്. ആദ്യത്തെ പുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പീരിടാതെ ഇടയിൽ കീമ വെച്ച് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ പുട്ട് എന്ന് പറഞ്ഞാൽ പുട്ടുപൊടിയും കീമയും കൂടി മിക്സ് ആയിട്ടുള്ള പുട്ട്. അപ്പൊ അതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. ഇട്ട് കൊടുക്കട്ടെ, എന്നിട്ട് ഇത്ര മതിയാവൂ. നമുക്ക് ഇട്ട് കൊടുത്താലോ? കുറച്ച് നമുക്ക് പിന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇത് നോക്കിയേ, ഇത് അധികം വേവ് വേണ്ടാട്ടാ. ഇതിൽ ഒരു കുറ്റി പുട്ട് ഞാനിപ്പോ എടുത്ത ഇതിൽ ബാക്കിയുണ്ട്. ഒരു പൊട്ടൂന്നാണ് എന്റെ പേര്. പൊടിഞ്ഞു പോയോ? ഹലോ, ഇന്ന് നമ്മളൊരു പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോണേണ്. സാധാരണ പുട്ടല്ല, ഇറച്ചി പുട്ടാണ് ഇട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അതിനു വേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് ബീഫ് കീമയാണ് ഇട്ട് എടുത്തേക്കുന്നത്. അത് നമ്മൾ 2 വെറൈറ്റി പുട്ടാണ് ഇട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. ചിലപ്പോൾ നമ്മൾ ഈ ഇറച്ചിപ്പുട്ടിൽ ഉപയോഗിക്കുന്ന ബീഫിന്റെ അത്ര ഫ്ലേവർ ഇതിൽ ഉണ്ടാവില്ല, കാരണം ഫാറ്റ് കുറവായിരിക്കുമല്ലോ. ആദ്യത്തെ പുട്ട് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുട്ട് നനച്ച് വെക്കൂലോ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് തേങ്ങ ഇടും, പുട്ടുപൊടി ഇടും, അങ്ങനെയല്ലേ ഇടുന്നത്. അപ്പൊ ആ തേങ്ങയുടെ പകരം നമ്മൾ ഈ ബീഫാണ്, മീൻസ്ഡ് ബീഫാണ് ഇട്ടിട്ട് കൊടുക്കാൻ വേണ്ടി പോണത്. പക്ഷെ ഈ ബീഫ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം കേട്ടാ. കുറച്ച് സവാളയൊക്കെ ഇട്ടാൽ ഞാൻ കാണിച്ചു തരാം. രണ്ടാമത്തെ പുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ മിക്സ് ചെയ്യൂലേ പുട്ടുപൊടിയിൽ, അതുപോലെ നമ്മൾ ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന കീമ മിക്സ് ചെയ്യും. പിന്നെ പീരയൊന്നും ഇട്ട് കൊടുക്കൂല, ഒപ്പം അങ്ങനെ പുട്ടുകുറ്റിയിലാക്കിയിട്ട് ഒറ്റയടിക്ക് അത് അങ്ങോട്ട് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കാനാണ് പോണത്. ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്കത് മാറിക്കോളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഉണ്ടാക്കിയാൽ ഒരു കുഞ്ഞു സവാള, വെളുത്തുള്ളി, ഇഞ്ചി ഇത്രയാണ് എടുത്തേക്കുന്നത്. നമുക്കിനി കുനുകുന നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ അതിനു മുന്നേ നമുക്ക് പുട്ട് നനച്ച് വെച്ചാൽ ഈ ഒരു ഗ്ലാസ്സിനാണ് ഞാൻ എടുക്കാൻ വേണ്ടി പോണത്. പൊൻകതിരിന്റെ പുട്ടാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാലോ. ഒരു ഗ്ലാസ്സിന് പുട്ടുപൊടിക്ക് 1 ഗ്ലാസ് വെള്ളം, അതാണ് ഞങ്ങളിവിടെ ഉപയോഗിക്കാറ്. ഇത്ര എടുത്തിട്ടുണ്ട്, ഇത് മതിയാവും. 1 ഗ്ലാസ് പുട്ട് മതിയാ? മതി, ഇതിൽ തന്നെ കുറെ ഉണ്ടാവും. അപ്പൊ ഉപ്പിട്ടിട്ട് നമുക്കിത് അടച്ച് മാറ്റാം കേട്ടാ. അപ്പൊ നമ്മള് ഞാൻ ചോദിക്കണതേ, അടുത്തതിനും വേണ്ടിട്ട് ഇപ്പഴുണ്ടാക്കിയാ പോരെ, എന്നിട്ട് ആ സമയത്ത് എടുത്താൽ പോരെ? രണ്ടും സോക്ക് ചെയ്ത് വെക്കണം. ഇത് 20 മിനിറ്റ് ഒക്കെ ഞങ്ങള് വെക്കാറ്. ചെയ്തിട്ട് ഇതിന്റെ കാര്യത്തിൽ മിണ്ടല്ലേ. സംശയം ചോദിക്കാൻ പാടില്ലേ? അത് എന്നെ പഠിപ്പിച്ചെന്ന പോലെയാണ് ചോദിക്കണത്. ഞാൻ ഈ 2 പാത്രം എടുക്കണ്ടല്ലാന്ന് ഉദ്ദേശിച്ച് ചോദിക്കാം. അത് സാരില്ല, ഞാൻ കഴിക്കാം. ഇതാ, അപ്പൊ നമ്മൾ രണ്ടാമത്തെ പുട്ടിന് വേണ്ടിയിട്ട് ഒഴിച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് ആയിട്ട് എടുക്കണം. ഞാൻ ചെയ്തോണ്ട് മാത്രമേ കഴിക്കാനുള്ളൂ. കുറച്ച് ഇനി ഇതും നമുക്ക് ഇവിടെ മാറ്റി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇതിപ്പോ നീ ചുമ്മാ ഒരു സാധാരണ ബീഫ് കറിയൊക്കെ ഉണ്ടാക്കണ പോലെ ഒരു ഇതുണ്ടാക്കണതാണ്, കീമ വെച്ചിട്ട് ചെയ്യണമെന്നുള്ളൂ. അതെ തന്നെ. ഇതാ, നമുക്കിനി ഇഞ്ചി ഇത്ര മതിയാവും തോന്നുന്നല്ലേ. ഇഞ്ചി കൊറേ ആയാ പിന്നെ സവാള അങ്ങനെ കുനുകുന. പിന്നെ ഇത് നന്നായിട്ട് ഇതാവും, ഫ്രൈ ആവും. അങ്ങനെ ഭയങ്കര ഇതാക്കിയൊന്നും എടുക്കേണ്ട കാര്യമില്ല. നമുക്കെന്നാ അറിയാം. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെറുതെ പെപ്പർ ഇതൊക്കെ ഇട്ട് കഴിയുമ്പോ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് എത്രയുണ്ട്? കൈ വെച്ചെടുക്കല്ലോ കേട്ടോ, സ്പൂൺ വെച്ചെടുക്കുക. അപ്പൊ നമ്മളിത് മൊത്തം എടുക്കണില്ല കേട്ടോ. പയ്യെ തുറന്നിട്ട് അങ്ങനെ തന്നെ ഞാൻ അടച്ചു വെക്കാന്നാ വിചാരിക്കണം. ഒരു സൈഡ് മാത്രം തുറന്നിട്ടേ. അല്ല, സൺഫ്ലവർ ഓയിൽ ഒഴിക്കാൻ പോണേനെ. എണ്ണ ഒഴിച്ചു, ഇത്ര മതിയോ. ഇതിന് ക്ലോസ് ഇട്ട് കൊടുത്തു നമ്മള്, കുറെ വേണ്ടാട്ടാ. പിന്നെ നമ്മൾ പട്ട, സിനമൻ, പെരിഞ്ചീരകം ഇടണോ? വേണ്ട. സവാള ഇട്ട് കൊടുക്ക. ഞാൻ ആദ്യം ഇതാ ഇടുക. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാതെ കേട്ടാ. നന്നായിട്ട് ഇളക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ ഇട്ട് കൊടുത്താലേ പെട്ടെന്ന് നല്ല ഇതായി കിട്ടും. നമുക്ക് അടിക്കൂല വായില്. നന്നായിട്ട് വിശക്കുന്നുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇടാം. വരാതാ. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ചുമന്ന മുളക് പൊടി, കാശ്മീരി, അതിട്ട് കൊടുക്കാം. മല്ലിപ്പൊടി മുളക് പൊടി ഇടുന്നതിൻ്റെ അത്ര ഇടണ്ട.
നമ്മൾ ചെറിയൊരു പോർഷനല്ലേ ഉണ്ടാക്കണേ. ഇനി ഞാൻ കുറച്ച് ഇതാ ഉണ്ടാക്കുന്നത്, ഗരം മസാല കുറച്ചിട്ട് കൊടുക്കാം. ഗരം മസാല ഉണ്ടോ ഇവിടെ? അതാ ഇതാണ് ഗരം. അന്ന് മറ്റേ ആ ചേച്ചിയുടെ മേടിച്ചു. അത് ഇത് ചേച്ചിന്ന് വാങ്ങിയത് മല്ലിപ്പൊടി. അത് നമ്മൾ പൊടിക്കണം എന്നുണ്ട്. ഇതുവരെ പൊടിച്ചിട്ടില്ല മല്ലി. ഞാൻ മേടിപ്പിച്ച അച്ഛനെ കൊണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇടേണ്ട വേറൊരു കാര്യം എന്താണ്, പെപ്പർ പൗഡർ. അതാണ് ചേർക്കാൻ വേണ്ടി പോണത്. ഇത്തിരി അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട്. സേതന്നെ KG ആട്ടെ. ഇത് കാണുമ്പോ ലച്ചുവിന് കൊതിയാവോ? ലച്ചു ഇല്ലാട്ടാ, അത് കലീരി പോയി. ഇനി ബീഫ് ഞാൻ സ്പൂൺ എടുത്തിട്ട് ഇട്ട് കൊടുക്കട്ടെ. എന്നിട്ട് ഇത്ര മതിയാവൂ? നമുക്ക് ഇട്ട് കൊടുത്താലോ? ഇത്രയും കൂടി ഇട്ട് കൊടുക്കണേ. നമുക്കിനി ഇതിന്റെ ബാക്കി വെച്ചിട്ടേ നമ്മളൊരു റെസിപ്പി മനസ്സിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കണേ. നമുക്ക് ഇട്ട് കൊടുക്കാം. ആരും പേടിക്കണ്ട കേട്ടാ, ഇത് കഴുകേണ്ട ആവശ്യമില്ല. കഴുകിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റില്ല. ഇങ്ങനെയാണ് ഇത് ചെയ്യാം കേട്ടോ. ഒരു സെക്കൻഡ്, ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തേക്കട്ടെ. കുറച്ച് നമുക്ക് ഇനി പിന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് അത് കഴിയുമ്പോൾ ഒന്ന് തുറന്നു നോക്കാം. അപ്പൊ നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. 5 മിനിറ്റ് ആയില്ല, എനിക്കൊരു ക്ഷമ കിട്ടണില്ല. നോക്കാം. ഇത് നോക്കിയേ, ഇത് അധികം വേവ് വേണ്ടാട്ടാ. ടേസ്റ്റ് ചെയ്ത് നോക്കിയാടി, ഫ്ലേവർ ഉണ്ടാവും നോക്കിയേ. ഇതെന്തായിരിക്കോ? അതൊക്കെ വെന്ത് ഒരു മിനിറ്റിന്റെ ഫയർ ആണല്ലേ. ഇപ്പൊ ഒരു 4 മിനിറ്റ് ആയിട്ടാ. ഇതധികം വേവിക്കാൻ പാടില്ല, പെട്ടെന്നാവും അല്ലേ ചേട്ടാ? നോക്കാം. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. അത്ര മതി ഉപ്പ്? ആ, അങ്ങനെ ടേസ്റ്റ് ഉണ്ടാ? ഞാൻ തരാം ഇപ്പൊ. അതിനാണ് ഇങ്ങനെ ചോദിക്കണത്. പിന്നെ ഇത് ഓവർ കുക്കായ ഭയങ്കര കട്ടിയായി പോവും അല്ലേ ചേട്ടാ? ലച്ചു പറയേ, അമ്മ എനിക്കിത് വെറുതെ തിന്നാൻ തരുമോ? നല്ലല്ലേ? ഓഫ് ചെയ്യട്ടെ? പെട്ടെന്നായിട്ട് അധികം നമുക്കിത് വേണ്ട. അപ്പൊ ലുലുവിലൊക്കെ പോകുമ്പോ ഇതൊക്കെ കണ്ടാ മേടിച്ചോ. ഇതൊക്കെ ഇടക്ക് മേടിക്കണേ. രാവിലെ ഇതൊക്കെ ഉണ്ടാക്കാം. ഈ ചെറുപയറും കടല അങ്ങനെയൊക്കെയുള്ള നമ്മൾ കഴിക്കാം. അപ്പൊ ഇടയ്ക്കൊരു മാറ്റം, അത് അടിപൊളിയല്ലേ? ഇതിന്റെ ഒപ്പം ചെറുപയർ ഇട്ട് അടിപൊളി ടേസ്റ്റ്. അപ്പൊ രണ്ടും വേണോന്നാണ് പറയണത്. തുറന്നു നോക്കാം. പുട്ട് നല്ലോണം വെള്ളമൊക്കെ വലിഞ്ഞിട്ടുണ്ടാവോ സേതേട്ടൻ പറ. കണ്ട സേതേട്ടൻ അറിയുമായിരുന്നു ഇങ്ങനെ ടെക്സ്ചറിലായിരിക്കണം. അപ്പൊ നമുക്ക് ഈ പുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീഫ് ഇട്ട് കൊടുക്കുന്നു, പുട്ടുപൊടി ഇട്ട് കൊടുക്കുന്നു, പിന്നെ ബീഫ് ഇട്ട് കൊടുക്കുന്നു, പുട്ടുപൊടി ഇട്ട് കൊടുക്കുന്നു. ഇങ്ങനത്തെ പുട്ട്. അതിന്റെ പൊക്കത്തും ബീഫ് വേണ്ടേ? അതും ഇടും. എല്ലാവർക്കും അറിയാം. അതാ ഞാൻ പറഞ്ഞ പണ്ടില്ലേ ചെയ്തു കേട്ടാ. ഞാൻ ഈ ഗ്ലാസ്സിലൊക്കെ ഇല്ല, എനിക്കറിയില്ലല്ലോ ഇത് എത്ര ഉണ്ടാവും എന്നൊക്കെ. ഞാൻ എന്ത് ചെയ്യുന്ന ഈ ഗ്ലാസ് ചിലപ്പോ ഇതിന്റെ വലിയ ഗ്ലാസ്സൊക്കെ നല്ല പൊടി ഇടുമ്പോ ഇത്തിരിയല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇതിങ്ങനെയാണെന്നുള്ളത്. അപ്പൊ അതേ ബീഫ് ഇട്ട് കൊടുക്കട്ടെ. പിശുക്ക് കാണിക്കണ്ട, നന്നായിട്ട് ഇട്ടോ. ഇടാ ചെയ്തിട്ട് ഇങ്ങനെ ധൃതി പിടിക്കാം. കാണുന്നുണ്ടോ ഈ ഹോള്? കാണൂല. ഇനി നമുക്ക് പുട്ടിട്ട് കൊടുക്കാം. അപ്പൊ ഇത് നമ്മള് എന്താ പറയാ, ഇതിട്ട് കൊടുത്തിട്ടില്ല കേട്ടാ. എന്ത് പീര, തേങ്ങ ഇട്ട് കൊടുത്തിട്ടില്ല. ശ്രദ്ധിച്ചത്? ഇല്ല ഇല്ല. ചാക്കോ പ്ലീസ് നോട്ട്. ഇനി നമ്മൾ മുകളിലും കൂടെ വെച്ച് കൊടുക്കുകയാണ്. ഇതിൽ ഒരു കുറ്റി പുട്ട് ഞാനിപ്പോ എടുത്ത ഇതിൽ ഇനി ബാക്കിയുണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അത് ഇതും കൂടെ മിക്സ് ചെയ്തിടാ അല്ല. പുട്ടുപൊടി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ പോരെ. എന്താന്ന് വെച്ചാൽ തേങ്ങ ഇട്ടിട്ടില്ലല്ലോ, കേടുവരില്ല. പിന്നെ ഇനി വേണമെങ്കിൽ ചീനുവിനൊക്കെ കൊണ്ടുപോയി കൊടുക്കാന്ന് വെച്ചാൽ എപ്പ കൊണ്ടുപോയി കൊടുക്കും. അപ്പൊ ദേ നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ പുട്ടിവിടെ റെഡി ആയിട്ടുണ്ട്.
എന്ത് ചെയ്യും, പേടിയാവണ്. പൊട്ടിപ്പോവോ? എനിക്ക് ശീല പൊന്നില്ലേ? പോരും, പൊട്ടുമെന്നാണ് എന്റെ പേടി. ഓക്കെയാണോ? അടിപൊളി. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. കുറച്ചും കൂടെ നീക്കി അത് ചൂടാറട്ടെ. ഓ, തിന്നാ കൊതി അവിടെ ഇതൊക്കെ. നമ്മൾ രണ്ടാമത്തെ പുട്ടിന് നനച്ചു വെച്ചതാണ്. പക്ഷെ ആദ്യത്തെ പുട്ടിന്റെ പൊടി ഉണ്ട കുറച്ചും കൂടി ഉണ്ട്. അപ്പൊ നമ്മളത് മുഴുവനും എടുക്കണില്ല, ഇത്ര മതിയില്ലേ. ഇത് ഫുള്ള് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുക്കാം. ഇതിൽ ഇത് വേണ്ട, മറ്റേ പട്ട ഗ്രാമ്പൂ ചിലപ്പോ ഇട്ടിട്ടുണ്ടാവും. ഇട്ടോ, അതിന്റെ ഫ്ലേവറും കൂടി വരുമല്ലേ. ആണോ? നല്ല ഇട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്യാൻ പോവാ. ഞാൻ ചോദിക്കണത് ഇതിങ്ങനെ വേവിക്കുമ്പോഴത്തേക്ക് വേഗം ഞാനല്ലേ പറയാം. ഉറപ്പാണേ? യെസ്. നല്ല മണം, അടുക്കള മൊത്തം മണമാണ് കേട്ടാ. ഇനി കൈവച്ചും കൂടി ഒന്ന് ഇതാക്കട്ടെ, മിക്സ് ചെയ്യാം. ഇത് ചിലപ്പോ ഒരു കുറ്റിയിൽ കൂടുതലുണ്ടാവുമായിരിക്കും. അപ്പൊ രണ്ടെണ്ണം ഉണ്ടാക്കണം. എങ്ങനെയുണ്ട് ഈ പുട്ടിന്റെ ടെക്സ്ചർ? എങ്ങനെയുണ്ട്? അതെ, നമ്മൾ ഒരു കുറ്റിയിൽ കുറച്ചുകൂടെ കൂടുതലുണ്ട്. അത് നമുക്ക് അടുത്ത ട്രിപ്പിൽ. എന്തൊരു മണമാണ്, വിശക്കണം. അപ്പൊ നമുക്ക് ഇതും കൂടെ വെച്ചാലോ? ബാ, ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഐഡിയ ആണ് കേട്ടാ. ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ എന്തും വേണം കഴിക്കാൻ. ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ നമുക്ക് എപ്പോഴും രാവിലെ എണീക്കുമ്പോ എന്തുണ്ടാക്കണോ എന്നുള്ള ടെൻഷൻ. ഇനി ഒരു ഇത്തിരിയെ ബാക്കി വന്നിട്ടുള്ളൂ. ഇതാണ്ടാ ഒരു ലേശം, അതിൽ ഞാൻ കുത്തിക്കയറ്റാൻ നോക്കിയിട്ട് പറ്റണില്ല. അടുത്ത ട്രിപ്പുണ്ടാക്കാം. അപ്പൊ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഈ പൊടി. നാളെ ഞാനും പുട്ടുണ്ടാക്കാം. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ പുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. മൈക്ക് ഓണല്ലേ? തുറക്കാം, എടുക്കാം, കുത്താം. പൊടിഞ്ഞു പോവോ? റെഡി? 1 2 3. വന്നുണ്ടോ? പൊടിഞ്ഞു പോയോ? എടുക്കട്ടെ ചില്ല്. അപ്പതേ നമ്മുടെ 2 വെറൈറ്റി പുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ. ഇത് മിക്സ് ചെയ്ത പുട്ട്, കീമ മിക്സ് ചെയ്തിട്ടുണ്ടാക്കിയ പുട്ട്. ഇത് നമ്മള് ഇടയിൽ ഇങ്ങനെ കീമ വെച്ച് കൊടുത്തു. അതായത് തേങ്ങാപ്പീര ഇടാതെ ഇടയില് നമ്മുടെ കീമ, പുട്ടുപൊടി അങ്ങനെ ഉണ്ടാക്കിയ പുട്ട്. അപ്പൊ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? ഏത് പുട്ടാണ് കൂടുതൽ ടേസ്റ്റ്, ഫ്ലേവർഫുൾ എന്ന് നമുക്ക് നോക്കാട്ടാ. അപ്പൊ നമുക്ക് നമ്മുടെ 2 വെറൈറ്റി പുട്ടും നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. വിശന്നിട്ട് പറ്റിട്ട് ആ വലുതെടുക്ക്. ഇത് ആദ്യം എടുക്കണം, എനിക്ക് മറ്റേതും കഴിക്കണ്ടേ. ഞാനും എടുക്കട്ടെ, പകുതിയായിട്ടാ എടുക്കണത്. ഏതാ ഇഷ്ടം പറയണേ. കുറച്ചും കൂടി ബീഫ്. അപ്പൊ എന്താ പറയാ നിങ്ങൾക്ക്? ബ്രേക്ക്ഫാസ്റ്റ് ബീഫിന്റെ ഗ്രേവിയുടെ ഇതൊക്കെ നല്ല മണവും വിഷമില്ലേ? എനിക്ക് കിട്ടണുണ്ടല്ല, അത് തന്നെ കഴിച്ചു നോക്കിട്ട് പറയേ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ലുക്ക്. കുറച്ചുകൂടി ലൈറ്റ് ഇട്ടോക്കാം, ലൈറ്റ് കുറക്കണം. ഇതാണ് ഇത് ടേസ്റ്റ്. ഇത് രാവിലെ ഉണ്ടാക്കി തന്നാ കഴിക്കോ വേണ്ടെന്ന് പറയോ? അടിപൊളി. കഴിക്കാം. ഒരു കറിയും വേണ്ടല്ലേ? കറിയല്ലേ ഇത്? അല്ല, അങ്ങനെയല്ല. നോക്കട്ടെ കേട്ടാ. എങ്ങനെയുണ്ട്? അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. ഒരു ബീഫ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് എന്തായാലും ഇത് ഇഷ്ടാവും. പിന്നെ അത്യാവശ്യം ഫാറ്റിന്റെ ഫ്ലേവർ ഉണ്ട് അല്ലേ? അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. കൊള്ളാല്ലേ? അടിപൊളി ഡ്രിങ്ക് ആട്ടത്. ടാങ്ക് കലക്കിയതല്ലേ? അവരാ പഴുപ്പില്ലേ, പഞ്ചസാര ഒന്നും ഇടണ്ട. ഒന്നും മിണ്ടണില്ലല്ലേ ഞങ്ങള്, കാരണം ടേസ്റ്റ്. പിന്നെ പുട്ട് വായിലിട്ടിട്ട് അത് നമ്മൾ സംസാരിക്കാൻ പാടില്ല. ഭയങ്കര അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്തോളാം. രണ്ടാമത്തെ പുട്ട് എടുത്തോ. അത്രയും കഴിക്കൂല, ഇത് ഭയങ്കര ഹെവിയാണ്. അയ്യോ, ഇത് കുറച്ച് കുഴഞ്ഞ ടൈപ്പ് പോലെ ഇരിക്കണം, കാരണം ഫുള്ള് ഗ്രേവി അല്ലേ.
കഴിച്ചു നോക്കിയാ ചെയ്തന്നെ ഇത് പുട്ടായിട്ടുണ്ട് ഇത് കറക്റ്റ് ആണ്. പിന്നല്ലാതെ. ഉണ്ടടി. ഉം. അടിപൊളി പുട്ട. ഭയങ്കര സംശയോ ആയിട്ടില്ല പേടി. എങ്ങനെ ഇതാകാതിരിക്കും? നമ്മള് ഓൾറെഡി ബീഫ് കുക്ക് ചെയ്ത് വെച്ചേക്കണേ, പിന്നെ നമ്മുടെ പുട്ടിന്റെ പൊടി അങ്ങനെ ആകും. പിന്നെ നമ്മള് ബീഫ് ഒരു 4 മിനിറ്റ് കൊണ്ട് അടുക്കുകയാണ് അത് ആക്കിയേക്കണം. പിന്നെ നമ്മുടെ ആവിയിൽ ഓൾറെഡി വെന്തിട്ടുണ്ട്. നമ്മുടെ ഏത് പുട്ട ഇഷ്ടപ്പെട്ടത് സത്യം പറ? രണ്ടും ഇഷ്ടപ്പെട്ടു. എന്നാലും കൂടുതൽ ഇതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാര്യം അതിൻ്റെ ഉള്ളിലേ ഇതൊരൊറ്റ ഫ്ലേവറേ ഉള്ളൂ. ബീഫിന്റെ നല്ല ഫ്ലേവർ ഉണ്ട് ഇത്. ഇതിന്റെ ഉള്ളിൽ സാധാരണ ഇല്ലാത്ത, മനസ്സിലായ അതും കൂടി മിക്സ്ഡ് വരുമ്പോഴത്തേക്ക് ഒരു 2 ലെയർ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടോ? എനിക്ക് രണ്ടാമത്തെ പുട്ട് ഭയങ്കര ഡ്രൈ അല്ല, അതിലെല്ലാം ഇറങ്ങി അതിന്റെ ഫ്ലേവർ മൊത്തം പുട്ടിലേക്ക് ഇറങ്ങിയിട്ടേ ഇത് മതി. ഭയങ്കര ടേസ്റ്റ് ഉണ്ടോ? അടിപൊളി. ഞാൻ ചെയ്തന്നെ കൊണ്ട് ഇടയ്ക്കുന്നത് മേടിപ്പിക്കും. പുട്ട് തിന്നാൻ ഇഷ്ടമല്ലാത്ത കുറെ കുട്ടികളുണ്ട്. ലച്ചൊന്നും ഒട്ടും ഇഷ്ടമല്ല. എപ്പോഴും അല്ല, ലച്ച് പുട്ട് കഴിക്കില്ല. എപ്പോഴും നമുക്കത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. വല്ലപ്പോഴും ഒക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാം. അതെടുത്ത് എനിക്ക് വേണ്ട. ഏതെടുത്തോളാൻ? ഇത് വേണ്ടേ? അതല്ല, സോറി, നീ കൊല്ലുവോ മനുഷ്യനെ? അതല്ലേ ഫ്ലേവർഫുള്ളാന്ന്. നാളെ ഇത്തിരി ഒരു ഒറ്റ കുറ്റി പുട്ട് ഉണ്ടാക്കിക്കൊണ്ടുപോയാല. ഞാൻ രാവിലെ പോകുന്നാളെ. എനിക്ക് ഇതിന്റെ സിനമന്റെ ഒക്കെ ഒരു മണം നല്ല ടേസ്റ്റ് ഉണ്ട്. കടിക്കാൻ കിട്ടി, നല്ല ടേസ്റ്റ് ആണ്. അത് ഇതൊക്കെ കടിക്കുവോ? ഇത് ഞാൻ കടിച്ചിപ്പ കടിക്കാൻ വെച്ചാണ്. വെള്ളം കുടിക്കും. ഞാനെങ്കിൽ ഇതിൽ കുടിച്ചോ, അല്ലാതെ ഒഴിക്കാൻ പറ്റൂല. അത് കുടിച്ച് തീരട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും എന്തായാലും ഇത് ട്രൈ ചെയ്യണം. നമുക്ക് ഇടക്ക് മടിയൊക്കെ ഉള്ള ദിവസത്തൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ കടല പരിപ്പൊക്കെ വെള്ളത്തിലിടാനൊക്കെ മറന്നൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് അന്നത്തെ ദിവസം അടിപൊളിയാക്കാം കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നിസാരബൈരാഗി വരാം. ബൈ. നമ്മൾ നല്ലൊരു തലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിരുന്നു. അത് എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം കേട്ടോ. എടുത്തോ, മൊത്തം എടുത്തോ. ഈ പുട്ടാണ് ഇഷ്ടമായേക്കണം. എന്നിട്ട് ഇതാണ് കഴിക്കണത്, രണ്ടാമത്തെ പുട്ട്. കൊള്ളാം. കുറച്ച് വൈകിയെങ്കിലും അല്ലേ? എന്നിട്ട് പുട്ടിന് എത്ര രൂപ കൊടുക്കാം? നല്ലൊരു പുട്ട് എത്രയാണ്?